വളരെ തിരക്കിനിടയിലും ചെയർമാന് ഉച്ചശേഷം വീണ്ടും കണ്ണൂർ പ്രോഗ്രാമിൽ പങ്കെടുക്കേണ്ടത് വീടിനകത്തേക്ക് പ്രവേശിക്കാവുന്നതാണ്. വീടിൻ്റെ ആശീർവാദ കർമ്മം നിർവഹിക്കുന്നത് നമ്മുടെ തലശ്ശേരി തിരുപതിയുടെ വികാരി ചേട്ടനാണ്. ആശീർവാദ പ്രാർത്ഥനയുടെ പ്രാരംഭം ഒരു മിനിറ്റ്. നമ്മുടെ വയനാട് ദുരന്തത്തിന്റെ ഭാഗമായിട്ട് ഒരു പ്രിയങ്കരനായ മാണി സാറിന്റെ എല്ലാവരുടെയും സഹകരണത്തോടെ നിർമ്മിച്ച താക്കോൽദാനം നിർവഹിക്കുന്നതിന് വേണ്ടി പ്രിയങ്കരനായ പാർട്ടി ചെയർമാൻ നിങ്ങൾ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഒക്കെ വെള്ളരിക്കൊണ്ട് ഫൊറാനയുടെ പ്രിയങ്കരനായ സ്നേഹനിധിയായ യോജിതനായ നമ്മുടെ മുൻ വികാരിയും കാസർഗോഡ് സെക്രട്ടറി സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ ജോർജ് ജില്ലയുടെ ചാർജുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി സജി സെബാസ്റ്റ്യൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ മക്കളെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന വെള്ളരിക്കുണ്ട് പ്രദേശത്തുള്ള ഈ വീടുമായി ചടങ്ങിന്റെ വൈകിയവളിയിൽ അസ്ത്രസ്ഥാനം അലങ്കരിക്കുന്നതിന് വേണ്ടി പാർട്ടിയുടെ പ്രിയങ്കരമായ MP ജോസ് കെ മാണി സാറെ കോഴിക്കോടെത്തി അവിടെ ഒരു ചെറിയ പരിപാടി കൂടെ ഉണ്ട്. അവിടെ എല്ലാം ഓടിയെത്തേണ്ടതാണ്. ആകർഷകരമായ മനോഹരമായ ഒരു മംഗള മുഹൂർത്തത്തിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. KM മാണി കാരുണ്യ ഭവനം ഇന്ന് നമ്മുടെ തോമസ് കുട്ടി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് നമുക്കറിയാം, എല്ലാവർക്കും അവരുടെ ഒരു സ്വപ്നം സ്വന്തമായ ഒരു വീടാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. മരിക്കുന്നതിന് മുമ്പ് മരണമടയുന്നതിന് സ്വന്തമായ ഒരു വീട് നമുക്ക് വേണം എന്നുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് കേരള കോൺഗ്രസ് പാർട്ടി എല്ലാ ജില്ലകളിലും പറ്റുന്നിടത്തോളം നിയോജക മണ്ഡലത്തിലും നമ്മൾ ഇതുപോലുള്ള കാരുണ്യ ഭവനം നടപ്പിലാക്കുവാനുള്ള തീരുമാനമെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു ഭവനം നമ്മൾ നിർമ്മിച്ചത്. ഇവിടെ കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചോളം ഈ ഒക്ടോബർ 9-ാം തീയതി 60 വർഷമാകുകയാണ്. ഈ ഒക്ടോബർ 9-ാം തീയതി നമ്മൾ കഴിഞ്ഞ വർഷം ആരംഭിച്ച ഭവന നിർമ്മാണ പദ്ധതികളാണ്. എല്ലാ ജില്ലകളിലും 2, 3, 4 ആയിട്ടുള്ള ഭവനങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു. ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ 60 ഭവനങ്ങൾ പൂർത്തിയാക്കി നമ്മുടെ സംസ്ഥാനത്ത് നമുക്ക് നൽകണമെന്നുള്ളതാണ്. അത് അവർ എപ്പോഴും അതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഇതുമായി സ്നേഹം നന്ദിയോടെ ഓർക്കുന്നു. എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. സ്നേഹബഹുമാനായ ജോസ് കെ മാണി ഈ കാർഷിക മേഖല ആയതിനാൽ ഈ കൃഷിയോട് ബന്ധപ്പെട്ട് ഡോക്ടർ സ്റ്റീഫൻ ജോർജ് സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിന് വേണ്ടിയിട്ട് താക്കോൽ കൈമാറ്റ ദാനത്തിന് വേണ്ടിയിട്ട് വരണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം സന്തോഷത്തോടെ